ഹലോ ഡിയേഴ്സ്, നിങ്ങൾക്ക് എൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ലെറ്റർ കാണുന്നുണ്ടോ? ഏതക്ഷരം? ദാല് അല്ലേ? ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ദാല് വരുന്ന ഒരു വേർഡ് എഴുതാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ദൈവം. ഈ ദൈവൻ എന്നുള്ള വേർഡില് ദാലിനെ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഈ ദാലിന് ഈ രൂപത്തിലൊരു ചെരിവുണ്ട് അല്ലേ? ഈ രൂപത്തില് ഒരു ചെരിവ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ദാലിനെ തന്നെ വേറൊരു വേർഡിൽ എഴുതി നോക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ദാലിപ്പോൾ ഇവിടെ ആദ്യത്തെയാണ് വന്നത്. ഇനി നമുക്ക് വേറൊരു വേർഡ് എഴുതാം. എന്തത് വായിക്കും? മദദുൻ വായിക്കും. മദദുൻ അല്ലേ? പക്ഷെ ചില സമയങ്ങളിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ചില കുട്ടികൾക്ക് ഇങ്ങനെ എഴുതുമ്പോൾ, അഥവാ ഞാൻ നേരത്തെ ചെരിഞ്ഞ ഒരു കാര്യം പറഞ്ഞു അല്ലേ, ആല് ഒറ്റയ്ക്ക് എഴുതുമ്പോൾ ഈ ഭാഗത്തൊരു ചെരിവുണ്ടാവും. അപ്പോൾ അത്തരത്തിലൊരു ചെരിവ് നമുക്ക് ഇവിടെ കാണുന്നു. ഇങ്ങനെ വരുമ്പോൾ ചില കുട്ടികൾക്ക് ഇടയ്ക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഇത് ലാമായിരിക്കും, ദാലാവോ? ദാലാവില്ല. ദാലാവണമെങ്കിൽ ഒരു ചെരിവ് അത്യാവശ്യമാണല്ലോ. പക്ഷെ ഇവിടെ ആ ചെരിവില്ല. അപ്പം അത് ലാമാവാനാണ് സാധ്യത എന്ന് വിചാരിച്ച് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? മലതുൻ എന്ന് വായിക്കും. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ലാമ് അവൻ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു കുട്ടിലാമായിട്ടാണ് കുട്ടിയുടെ മനസ്സിൽ ഫീൽ ചെയ്തത് അല്ലേ? അതുകൊണ്ട് തന്നെ ആ കുട്ടി എന്ത് ചെയ്തു? മലതുൻ എന്ന് വായിച്ചു. ആ കുട്ടിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താ? അവൻ പഠിച്ച ലാമ് വെച്ചാണോ വായിച്ചത്. എന്നാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫോണ്ടിൽ നടുക്കിൽ വരുന്ന ദാല് ചിലപ്പോൾ ഈ രൂപത്തിൽ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ദാലിനെയും ലാമിനെയും എങ്ങനെ മനസ്സിലാക്കാം, വ്യത്യസ്തമായി മനസ്സിലാക്കാമെന്നാണ് ഞാനിത് കാണിക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾ വേറൊരു വേർഡ് നോക്കൂ. ഇത് നമ്മൾ പഠിച്ചതാണ്. ഇവിടെയും നമുക്ക് കുട്ടിക്ക് എന്ത് ചെയ്യും? ഇത് ലാമാണോ എന്നുള്ള ഡൗട്ടാണ്. അപ്പോൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കുന്നത്, ലാമാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ നിൽക്കുന്ന ഈ ഒരു വരല്ല, ഈ വര കുറച്ച് വലുതായിരിക്കും. ഇവിടെ ഇത്ര വലുപ്പം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഹാഫ് വലുപ്പം ഉള്ള വര വന്ന ആ ഒരു സംഭവം ഈ ഒരു ലെറ്ററിനെ നമ്മൾ ദാലായിട്ട് കാണും. ഇവിടെ ഇത്രയും വലുപ്പത്തിൽ വര വന്നാൽ അത് ലാമായിട്ടും കാണും. നിങ്ങളുടെ കൺഫ്യൂഷൻ തീർന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ ലാമിന് നമുക്കൊരു ഉദാഹരണം കേൾക്കാം. ഇതെന്താണ് വായിക്കുക? ബിദുൻ എന്നാണ്. ഇതൊരിക്കലും ലാമല്ല. അപ്പോൾ ഈ ദാലും ഈ ലാമും തമ്മിലുള്ള ഡിഫറൻസ്, ഈ വരയുടെ ഡിഫറൻസ് നോക്കിയാൽ തന്നെ നമുക്ക് ഇത് ദാലാണ്, ഇതിൽ ലാമ് സെപ്പറേറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാണ് ഞാൻ ഈ ഒരു ബിദുൻ എന്നുള്ള വേർഡ് എഴുതിയത്. അപ്പോൾ ഈ ഒരു വരയുടെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് ആ ഒരു ഫോണ്ടിൽ നമുക്ക് ദാലും ലാമും തിരിച്ചറിയാൻ കഴിയുക. അപ്പോൾ നാളെ റീഡിങ് എക്സാമിൻ്റെ സമയത്തും നമ്മൾ ഇതുപോലുള്ള വേർഡുകൾ വരുന്ന സമയത്ത് ദാലാണ് എന്നുള്ളത് ഈ വരയുടെ പകുതി കൊണ്ട് മനസ്സിലാക്കണം. ലാമാണ് എന്നുള്ളത് ഈ വര അത്രത്തോളം വലുപ്പം ഉണ്ടായത് കൊണ്ട് ലാമാണ് എന്നും മനസ്സിലാക്കണം. അപ്പോൾ കൺഫ്യൂഷൻ ഒഴിവാക്കി നന്നായിട്ട് റീഡ് ചെയ്ത് പഠിക്കാം. അസ്സലാമു അലൈക്കും.